ലാബാന്റെ ഭവനത്തിൽ കുറെ നാള് താമസിച്ച് കാശൊക്കെ ആക്കി. 2 ഭാര്യമാരും 10-12 പിള്ളേരും അതിനനുസരിച്ച് കുറെ ആടുമാടുകളും ഒക്കെ ആയിട്ട് തിരിച്ച് ഏസാവിനെ കാണാൻ വരികയാണ്. 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇപ്പോ തിരിച്ചു വരുന്ന യാക്കോബ് തിരിച്ചു വരുമ്പോൾ ഏസാവ് എന്ത് ചെയ്യും? ഏസാവ് എന്ത് ചെയ്യും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പറ്റിച്ച് ഒരു 10 ലക്ഷം രൂപ നിങ്ങളെ പറ്റിച്ച് തട്ടിക്കെടുത്തുകൊണ്ട് പോയ നിങ്ങളുടെ സഹോദരൻ 15 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. നീ 15 അല്ല, 25 അല്ല, 35 അല്ല, എന്റേന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയ കാശ് തന്നിട്ട് മുറ്റത്ത് കാലുകുത്തിയാ മതി. പ്രിയപ്പെട്ടവരെ, അതാണ് സ്വാഭാവിക പ്രവണത. പക്ഷേ ഏസാവ് ഓടിച്ചെന്ന് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് അവൻ ഉമ്മം കൊടുത്തിട്ട് പറയാണ്, നീ തിരിച്ചു വന്നല്ലോ, നിന്റെ മുഖം ഒന്ന് എനിക്ക് കാണാൻ പറ്റിയല്ലോ. അപ്പൊ യാക്കോബ് പറഞ്ഞു, ചേട്ടാ, ചേട്ടന് വേണ്ടി ഞാൻ കുറെ സമ്മാനങ്ങൾ, എനിക്കതൊന്നും വേണ്ടടാ, നീ വന്നല്ലോ, നിന്നെ ഒന്ന് കണ്ടല്ലോ, എനിക്ക് ആശ്വാസമായി. എനിക്ക് കർത്താവ് ആവശ്യത്തിന് ജീവിക്കാനുള്ളത് അതിൽ കൂടുതലൊക്കെ തന്നിട്ടുണ്ട്. നിന്റെ ഉള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, നീ എനിക്കൊന്നും തരണ്ട, നിന്നെ കണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞ് ഏസാവ് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോ ഏസാവിന്റെ മുഖത്ത് നോക്കി യാക്കോബ് ഒരു ഡയലോഗ് പറയും, ദൈവദൂതനെ കണ്ടാൽ എന്നതുപോലെയാണ്, ദൈവത്തെ കണ്ടാൽ എന്നതുപോലെയാണ് ചേട്ടായി, ഞാനിപ്പോ ചേട്ടായിയുടെ മുഖം കാണുന്നത് ദൈവത്തെ കണ്ടാൽ എന്നതുപോലെയാണെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ മനുഷ്യനെ പോലെയായ ഏസാവ് ആത്മാവിൽ ദൈവത്തെ പോലെ ക്ഷമിച്ചപ്പോ യാക്കോബ് ഏസാവിൽ ദൈവത്തിന്റെ മുഖം കണ്ടു. അങ്ങനെ നമ്മളിൽ ദൈവത്തിന്റെ മുഖമുണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മളോട് വചനം പ്രഘോഷിക്കപ്പെടുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നമുക്ക് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും പാപം മൂലം നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ഇതാ തിരികെ തരാൻ ഒരു പദ്ധതി. അതാണ് നിനക്ക് ശുഭകരമായൊരു പദ്ധതി